Welcome to my channel, myself Shilpa. So, I am going to do a special makeup tutorial. This is a grand one. So, if you have a channel, hello, I am Shilpa. So, like, subscribe, share. Subscribe the red color button click the bell icon click upload videos so use products link video Deepavali എന്ന് പറയുന്നത് ഭയങ്കര നോർത്ത് ഇന്ത്യൻസിന്റെ പോലെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല എന്നാൽ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഒരു മിനിമൽ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര വലിയ ഗ്രാൻഡ് മേക്കപ്പ് ഒന്നുമല്ല എന്നാൽ എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു മിനിമൽ മേക്കപ്പ് ആണ് ഇന്ന് ഞാൻ ചെയ്യാം അതിനെ ചെയ്യേണ്ടത് ഫേസ് വാഷ് ചെയ്യുക ഹാൻഡ്സ് വാഷ് ചെയ്യുക അതിനുശേഷം മോയ്സ്ചറൈസർ apply ചെയ്യണം പക്ഷെ അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ടോണർ അപ്ലൈ ചെയ്യണം ടോണർ അപ്ലൈ ചെയ്തതിനു ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ ആണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് Acne UV സൺസ്ക്രീൻ ആണ് അപ്പോൾ അതൊരു ഇത്തിരി എടുത്ത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുക നെക്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യുക അപ്പോൾ ഹെയർ ഒന്ന് ആദ്യം കെട്ടി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ ചെയ്യേണ്ട കാര്യം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കൺസീലർ അപ്ലൈ കളർ പാലറ്റ് പോലത്തെ കൺസീലർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനതിൽ എൻ്റെ സ്കിൻ ഷെയ്ഡുള്ള ഒരു കളറാണ് ഇതാണ് എടുക്കാൻ പോകുന്നത് എനിക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ഇങ്ങനെ ആദ്യം ഞാൻ ചെയ്ത പോലെ ചെയ്യരുത് ഡാബിങ് ആണ് എപ്പോഴും ചെയ്യാൻ പിന്നെ എവിടേക്കാണോ വേണ്ടത് ആദ്യം നെറ്റി ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ ഐസിന് ഈ ഷെയ്ഡാണ് എടുക്കണേ എന്നിട്ട് ഈ ഷാഡോസ് ഉള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്യുക ഇനി ചെയ്യേണ്ടത് ടോപ്പ് പോർഷൻ ബ്രോസ് വരുന്ന ഭാഗം നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനതെൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തു ഭയങ്കരമായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ റെവ്ലോണിൻ്റെ കളർ സ്റ്റേ 24 hours ഫൗണ്ടേഷനാണ് സോ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് ഞാനിതിൽ എൻ്റെ സിലിക്കൺ പാഡ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതെല്ലായിടത്തും ഒന്ന് ആദ്യം അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒന്ന് ഡാബ് ചെയ്യുക അപ്പോൾ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ബ്യൂട്ടി ബ്ലെൻഡറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പഞ്ചസിനേക്കാളും ഏറ്റവും നല്ലത് ഇതാണ് കാരണം ഇതാകുമ്പോൾ ഇങ്ങനെ ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇതിൽ സ്പഞ്ചസിൽ പോലെ വാട്ടർ അധികം നിൽക്കില്ല സോ ഇതായിരിക്കും കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ് ഞാൻ സ്പോഞ്ച് ഉപയോഗിക്കാറില്ല ലിപ്സിലും അപ്ലൈ ചെയ്യുക എപ്പോഴും എന്ത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെയ്യായാലും അവസാനം നിങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്യണം ഇതിനൊക്കെ ടൈം എടുത്തിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട് അല്ലാണ്ട് പെട്ടെന്ന് പോയിട്ട് ചെയ്യരുത് അപ്പോൾ അതൊരു ഭയങ്കര ക്ലംസി ലുക്ക് വരും അപ്പോൾ ഞാനിനി എൻ്റെ ബ്രോസാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ അപ്പോൾ മുന്നേ ഒരു ഇത് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ മുകളിൽ അതിൻ്റെ ലിങ്ക് ഇടാം എങ്ങനെയാണ് ബ്രോസ് മസ്കാര ബ്രഷ് വെച്ചിട്ട് ചെയ്യാന്നുള്ള ഹാക്ക് സോ ഞാൻ എൻ്റെ മസ്കാര ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹാക്കാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ് കുറേ ഒന്നും ഇടണില്ല ലൈറ്റായിട്ട് മാത്രം കാരണം ഓയിലിനെസ് ഒന്ന് കളയാൻ വേണ്ടി മാത്രമാണ് ഇത് ഇടാൻ പോകുന്നത് അപ്പോൾ അത് അപ്ലൈ ചെയ്യുക നെക്കിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്യുക
ഇനി ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെ ഡബിൾ സൈഡ് മസ്കാരയാണ്. വൺ സൈഡ് ലെങ്തനിങ്ങും വൺ സൈഡ് വോള്യൂമിനൈസിങ്ങും ആണത്. സോ ഫസ്റ്റ് ടൈം ഞാൻ ലെങ്തനിങ് ആണ്, ഞാൻ നെക്സ്റ്റ് ആണ് വോള്യൂമിനൈസിങ്. സോ ആദ്യം തന്നെ ലൈറ്റായിട്ടൊരു കോട്ട് മുകളിൽ മാത്രം അപ്ലൈ ചെയ്യുക, പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മോൾ ഭാഗത്ത് ഞാൻ ഐലൈനർ വെച്ച് എഴുതിയിരുന്നു, അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയി, സോറി. സോ അതും ഞാൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ വീണ്ടും മസ്കാര ഇട്ടു. അതിനുശേഷം ഞാനൊരു പിങ്ക് കളർ ഐ ഷാഡോയും കൂടി ഇട്ടിരുന്നു. അതിനുശേഷം ഞാൻ കളർ ബാറിൻ്റെ പെൻസിൽ ലൈനർ വെച്ചിട്ട് ലിഡ് ലൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെയും ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തു. ഇത് വാട്ടർ പ്രൂഫാണ്, അപ്പോൾ അതും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഞാൻ ലോറിയൽ പാരസിൻ്റെ പിങ്ക് കളർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ അതും അപ്ലൈ ചെയ്യുക, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ച് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് പിങ്കുമാണ്. ഞാൻ പോപ്പ് ഫീലിൻ്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് അതിനെ ടോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനൊരു മാറ്റ് ഫിനിഷ് കിട്ടും, പിന്നെ പ്ലസ് അത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്റിംഗ് ആണ്. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി, ഇതെല്ലാവർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വൈറ്റ് കളർ ഹൈലൈറ്റർ എടുത്തിട്ട് ബ്രോസിൻ്റെ ബോണിലും അതുപോലെ തന്നെ എൻ്റെ ചീക്ക് ബോൺസിലും അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ ബ്രോസിൻ്റെ ബോണിലാണ്, അത് വെറുതെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പെട്രോളിയം ജെല്ലി വല്ലതും കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ ഹൈലൈറ്റ് ആയിട്ടിരുന്നോളും. ഇനിയും പറയണു, അത് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഇനി ഞാൻ അതുപോലെ തന്നെ എൻ്റെ നോസിൻ്റെ ബ്രിഡ്ജിലും ചെയ്യുന്നുണ്ട്. നോസിൽ അവിടെ ചെയ്തതിന് ശേഷം രണ്ട് കോർണേഴ്സിലും ബ്രൗൺ കളർ കോൺടർ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. സോ ഞാൻ എൻ്റെ ചീക്ക് കോൺടറിങ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇനി ഞാൻ എൻ്റെ ഒരു പൊട്ട് വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവരും വെക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടോ, പക്ഷെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ ഹെയർ ഞാൻ ഇവിടെ വെറുതെ ലൂസായിട്ട് ഇട്ടേക്കാണ്. ഞാൻ ഹെയറിലധികം വർക്കൊന്നും ചെയ്യണില്ല, കാരണം എൻ്റെ ഹെയർ എനിക്ക് ലൂസായിട്ടിട്ടാണ് കൂടുതൽ ഇഷ്ടം. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇത് ഒരു ദീപാവലി സ്പെഷ്യൽ ലുക്കായിരുന്നു. ഇതൊരു പാർട്ടി പോകുമ്പോഴും ചെയ്യാവുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നൊരു ലുക്കുമാണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സോ നിങ്ങളിത് എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ഒരു പുതിയ വ്യൂവറാണെങ്കിൽ ഞാൻ ശില്പ. സോ നിങ്ങളെൻ്റെ എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ നിങ്ങൾക്കിനി വല്ല ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, എല്ലാത്തിനും തരാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ